ഹലോ, ടാരോ വിത്ത് അനല. ഇന്ന് വളരെ ക്വിക്കായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു റീഡാണ്. 3 പൈൽസ് ഉണ്ട് നമുക്ക്. നമ്പർ 1, 2 ആൻഡ് 3. നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ്ലി കണക്ട് ചെയ്യാൻ തോന്നുന്ന ആ നമ്പറുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക. അതാണ് നിങ്ങളുടെ പൈൽ. ഇനി ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറയാം. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, അത് ഏത് മേഖലയിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഹെൽത്ത്, സ്പിരിച്വാലിറ്റി, ഏത് മേഖലയിലും ആയിക്കോട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തുകൊണ്ട് സംഭവിച്ചു, അതിന് എന്താണ് പരിഹാരം, നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുള്ളവർ സ്ക്രീൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ടാരോ റീഡിങ്ങിനൊപ്പം നമ്മൾ ഓറ റീഡിംഗ്, റേക്കി ഹീലിംഗ്, ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് എന്നീ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പൈൽ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാണ്. കാർഡ്സ് എടുക്കാം. യൂണിവേഴ്സ്, വാട്ട് ഈസ് ദി ഇഷ്യൂ ഫേസ്ഡ് ബൈ മൈ വ്യൂവർ? എന്താണ് നിങ്ങളുടെ ഇഷ്യൂ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? 3 മാസത്തിനുള്ളിൽ എന്താണ് ഈ പ്രശ്നത്തിൻ്റെ ഫ്യൂച്ചർ? ഇതെങ്ങനെ പരിഹരിക്കാം? ഗൈഡൻസ് കാർഡ്സ് നോക്കാം. സൺ കാർഡ്, ഹൈ പ്രീസ്റ്റസ്, ഹെർമിറ്റ്, 2 ഓഫ് സ്വാർഡ്സ് ആൻഡ് 8 ഓഫ് wands. നമുക്ക് പെട്ടെന്ന് ഈ റീഡ് എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് സൺ കാർഡാണ്. ഹീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ, നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള എന്തോ ഒരു അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ട്രോമയാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് അടിസ്ഥാന കാരണം. നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ ചോദ്യമാണ്. എന്തെങ്കിലും ഒരു സന്തോഷമുള്ളൊരു കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പേടി ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ പേടി ഉണ്ടാവുക, ആളുകളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനെ എല്ലാവരും അനുഭവിക്കാത്ത എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളുടെ ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ഹീലിംഗ് നടന്നിട്ടില്ല. ആ ചൈൽഡ്ഹുഡ് ട്രോമ അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. വന്നിട്ടുള്ള കാർഡ് ഹൈ പ്രീസ്റ്റസ് ആണ്. മറ്റുള്ളവരോട് വളരെ ഓപ്പണായിട്ട് പറയാൻ സാധിക്കാത്ത എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കാം. ഈ ചൈൽഡ്ഹുഡ് ട്രോമ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ആ കാര്യം എല്ലാവരോടും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ആയിരിക്കണമെന്നില്ല. ഹൈ പ്രീസ്റ്റസ് ഒരു സീക്രസിയുടെ കാർഡാണ്. എന്തെങ്കിലും തരത്തിലുള്ള അബ്യൂസുകളോ അല്ലെങ്കിൽ നിങ്ങൾ കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയിട്ടുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ വരിക, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ, പിന്നീടുള്ള ജീവിതത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ടാവാം എന്നാണ് കാണുന്നത്. ഒരു 3 മാസത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു ഹെവി എനർജിയിലാണ്, ഹെർമിറ്റ് എനർജിയിലാണ് കാണുന്നത്. അതായത് വളരെ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ഇൻട്രോസ്പെക്ഷൻ. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉള്ളത് എന്ന രീതിയിലുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ ഡീപ്പായിട്ട് ആലോചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനുള്ള ആൻസറായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 ഓഫ് സ്വാർഡ്സ് ആണ്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുകയാണ്. ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ട്, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. എന്തോ ഒരു കാര്യം തീരുമാനിക്കാനുണ്ട്. ഒരു കാര്യം തീരുമാനിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതൊരു പക്ഷേ ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് വയ്ക്കുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ ഇന്ന രീതിയിൽ ആണ് പെരുമാറേണ്ടത് എന്നുള്ള ഒരു തീരുമാനമോ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ആലോചിച്ച് നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ആ തീരുമാനമെടുത്താൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്താൽ ഇതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഗൈഡൻസ് കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് wands ആണ്. കമ്മ്യൂണിക്കേഷൻ. ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക. അത് വളരെ ക്വിക്കായിട്ട്, ഒരുപാട് താമസിക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഡിസിഷൻ എടുക്കാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എവിടെയെങ്കിലും യാത്ര പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യാത്ര പോവുക. ലൈഫിലേക്ക് വരുന്ന ചേഞ്ചസ് അതിനെ തുറന്ന മനസ്സോടുകൂടി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗൈഡൻസ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 2ൻ്റെ റീഡിംഗ് ആണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്? ഇത് എങ്ങനെയാണ് പരിഹരിക്കാനായിട്ട് സാധിക്കുക? ഗൈഡൻസ് എന്താണ്?
കാർഡ്സ് നോക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, സ്റ്റാർ കാർഡ്, 7 ഓഫ് കപ്സ്, 10 ഓഫ് wands. നമുക്ക് റീഡിംഗ് നോക്കാം. സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്ന ആളുകളെയാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ എന്തോ തിരക്ക് പിടിച്ച് നിങ്ങൾ എന്തൊക്കെയോ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ലോൺ എടുത്തു, അല്ലെങ്കിൽ കടം വാങ്ങി, അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ നിങ്ങളൊരു കടക്കെണിയിലാണ്, അല്ലെങ്കിൽ വമ്പിച്ച സാമ്പത്തിക ബാധ്യതയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഒരു സ്ഥലത്തു നിന്ന് എടുത്ത് മറ്റു സ്ഥലത്തേക്ക് റോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കടക്കാർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം നല്ല രീതിയിൽ. മണി ചെയിൻ പോലെയുള്ള എന്തെങ്കിലും എത്രത്തോളം സത്യസന്ധമാണ് എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ പണം മുടക്കിയിട്ടുണ്ടാവാം. എവിടേക്കോ നിങ്ങളുടെ മണി എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, ഉദ്ദേശിച്ച പോലെയുള്ള റിട്ടേൺ കിട്ടിയില്ല. നിങ്ങളിപ്പോൾ പ്രശ്നത്തിലാണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു സ്റ്റാർ കാർഡിൻ്റെ എനർജി വരുന്നുണ്ട്. അതായത് സിറ്റുവേഷൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾക്കുള്ള ഒരു പരിഹാരം, ഇത് എന്ത് ചെയ്യാം എന്നുള്ള ഒരു പരിഹാരമായിട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് 7 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള, ഏറ്റവും അത്യാവശ്യമുള്ള 1-2 കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ഒതുങ്ങുക. ഒരു ഇമ്പൾസീവ് ബൈയിങ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് കാണുന്ന ഇഷ്ടപ്പെടുന്ന സാധനം അപ്പം തന്നെ വാങ്ങിക്കുക തുടങ്ങിയ ശീലങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാനാണ് പറയുന്നത്. ഓൺലൈനിലൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം തോന്നുന്ന സാധനം നിങ്ങൾ കാർട്ടിലിട്ട് വയ്ക്കുക. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ അത് അപ്പോഴും അത്യാവശ്യമാണ് എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ ഓപ്ഷനുകളുടെയും പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ്. കാണുന്നതെല്ലാം നമുക്ക് വാങ്ങിക്കണമെന്നുള്ള ആ ഒരു ഇമ്പൾസീവ്നെസ് കുറയ്ക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങളതിൽ ചിലത് മാത്രമേ കാണുന്നുള്ളൂ എന്നും ഒരർത്ഥം വരാം. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങളത് റിലേറ്റ് ചെയ്യുക. നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടാവാം. നന്നായിട്ട് ആലോചിച്ച് നോക്കുക, ഇത് മാത്രമാണോ എൻ്റെ മുന്നിലുള്ള വഴി, വേറെയും വഴികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിലേതാണോ, ഏത് കാര്യമാണോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നത് അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരു ഗൈഡൻസ് കാർഡായിട്ട് വന്നിട്ടുള്ളത്, ഒരുപാട് ബാധ്യതകൾ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. കഴിയുന്നത്ര കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ള ഒരു ഗൈഡൻസാണ് ഇവിടെ തരാനുള്ളത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫയൽ നമ്പർ 3യുടെ റീഡിങ്ങിലേക്ക് പോകാം. ഫയൽ നമ്പർ 3യുടെ റീഡിംഗ് ആണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്, 3 മാസത്തിനുള്ളിൽ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്, എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ്? കാർഡ്സ് നോക്കാം. ഡബിൾ കാർഡ്, മൂൺ കാർഡ്, 3 ഓഫ് സ്വോർഡ്സ്, 4 ഓഫ് സ്വോർഡ്സ്, 9 ഓഫ് കപ്സ്. ഇവിടെ എനർജി വളരെ ക്ലിയർ ആണ്, വളരെ ഇൻറ്റൻസ് ആണ്. 2 മേജർ അർക്കാന കാർഡ്സ് ഉണ്ട്, ഡബിൾ കാർഡ് ആൻഡ് മൂൺ കാർഡ്. വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു അഡിക്ഷനിലാണ് നിങ്ങൾ. എന്തോ തരത്തിലുള്ള ആരോഗ്യകരമല്ലാത്ത ഒരു റിലേഷനിൽ പെട്ടിരിക്കുകയാണ് നിങ്ങൾ. ഒന്നുകിൽ അത് ഒരു തേർഡ് പാർട്ടി റിലേഷൻ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയാത്ത എന്തോ ഒരു ബന്ധത്തിലേക്ക് പെട്ടിരിക്കുകയാണ് നിങ്ങൾ. അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസ് ആയിരിക്കാം, ലഹരി പദാർത്ഥങ്ങളോടുള്ള അഡിക്ഷൻ, അങ്ങനെ എന്തോ ഒരു തരം അഡിക്ഷൻ. നിങ്ങൾക്ക് തന്നെ അറിയാം തെറ്റാണ് ചെയ്യുന്നത്, ശരിയല്ല ഇത് എന്നുള്ളത്, നിർത്തണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഡബിൾ കാർഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് എനർജിയുള്ള കാർഡാണ്. നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളായിരിക്കണമെന്നില്ല. അങ്ങനെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ ലൈഫിൽ ഉള്ളത് കാരണം നിങ്ങളൊരു ആശ്വാസം എന്നുള്ള നിലയിലാണ് ഈ അഡിക്ഷൻ്റെ പുറകെ പോയിട്ടുള്ളത്. പക്ഷേ ഒരു തരത്തിലും നിങ്ങൾക്ക് ഇതുകൊണ്ട് നന്മ ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഒരു 3 മാസത്തിനുള്ളിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്കാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. 3 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ് ഇത്. ഈ പ്രശ്നങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് വളരെ വലിയ ഒരു വേദനയിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ഇനി എന്താണ് ഇതൊരു പരിഹരിക്കാനുള്ളൊരു മാർഗം? നിങ്ങൾ റെസ്റ്റ് എടുക്കുക, ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾ ഈ സാഹചര്യം അത്ര എളുപ്പമല്ല, കടന്നു പോകാൻ എളുപ്പമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ തന്നെയും നിങ്ങളിവിടെ നിങ്ങളുടെ മനക്കരുത്ത് ഉപയോഗിച്ച് ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയമാണ്.
നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ തൃപ്തിയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന അഡിക്ഷൻ്റെ പുറകെ പോകുന്നത്. ഇത് ഉണ്ടെങ്കിലാണ് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആവുക എന്ന് വിചാരിച്ചിട്ട് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തൃപ്തിയില്ല, നിങ്ങളുടെ ലൈഫിൽ തൃപ്തിയില്ല, നിങ്ങൾ നിങ്ങളിൽ തന്നെ കംപ്ലീറ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നില്ല. ഒരു സെൽഫ് ലവിൻ്റെ കാർഡാണ് ഇത്. സെൽഫ് ലവ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ അഡിക്ഷനിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം വേണം. എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും കളങ്കപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വരണം. അതിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കുറച്ച് നല്ല ഭക്ഷണം കഴിച്ചു, കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഹാപ്പി ആയിട്ടിരുന്നു, അത് മാത്രമല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. എൻ്റെ ശരീരം, ആത്മാവ്, മനസ്സ് കളങ്കപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്നുള്ളതാണ്. ആ ഒരു എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്